ശശി തരൂരിന് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും. തിരുവനന്തപുരത്ത് ഇത്തവണ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ശശി തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥികൾ BJPയുടെയും CPIയുടെയും കരുത്തരായ നേതാക്കൾ കൂടിയാണ്. LDFിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രനും BJPയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറുമാണ് ശശി തരൂരിന്റെ എതിരാളികൾ. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10:15 ശ്രീരക്ത ചാമുണ്ഡി, ശ്രീബാല ചാമുണ്ഡി, ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് 25 തിങ്കളാഴ്ച രാവിലെ 10:38 11:28 മധ്യേ. വൈകുന്നേരം 5 മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും 100-ൽ പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും. കഴിഞ്ഞ 3 തവണയും വിജയിച്ച് ശക്തി തെളിയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഭയം ആണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പരാതി പറയുന്ന ഇടതുപക്ഷം തിരുവനന്തപുരത്ത് BJPയുടെ കളി കളിക്കുന്നത് വിരോധാഭാസമാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ ശശി തരൂർ CPIക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ തനിക്കെതിരെ CPI നടത്തുന്ന പ്രചാരണത്തിന്റെ ഏക ഫലം BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക മാത്രമാണെന്നും അവർ വയനാട്ടിൽ സഖ്യധർമ്മം പ്രസംഗിക്കുന്നുവെന്നുമാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമമായ ട്വിറ്റർ Xലൂടെയായിരുന്നു ശശി തരൂരിന്റെ ഈ പ്രതികരണം. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരം വിട്ടുകൊടുക്കാതിരുന്ന തരൂരിന് ഇത്തവണ ഭയമാണ് ഉള്ളതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിച്ചതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നിലപാടാണ് BJPയെ വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ഈ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ നിലനിർത്തിക്കൊണ്ടായിരുന്നു തരൂരിന്റെ മുന്നേറ്റവും. എന്നാൽ ഇത്തവണ ആ ഒരു ചിന്ത മാറിയിരിക്കുകയാണ്. മാത്രമല്ല, LDFിൽ നിന്നും BJPയിൽ നിന്നും തിരഞ്ഞെടുപ്പിനെ നേരിടാനായി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവരുടെ കരുത്തരായ നേതാക്കളെ കൂടിയാണ്. CPIയുടെ പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. മാത്രമല്ല, ജനസമ്മതനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പൊതുപ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ സമീപനമെല്ലാം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നതാണ്. കൂടാതെ ജനങ്ങൾക്ക് ഏതു നേരവും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു ജനകീയനായ നേതാവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ BJPയിലേക്ക് നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പ്രചാരണ രംഗത്ത് കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ സജീവമായി തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മുൻകൈ എടുക്കുന്നത്. ഇതെല്ലാം തന്നെ ശശി തരൂരിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ദുർബലരായ സ്ഥാനാർത്ഥികളെ അല്ല ശശി തരൂരിന് നേരിടേണ്ടതായുള്ളത്. LDFിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കണ്ട് ഭയന്നിരിക്കുകയാണ് ശശി തരൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 15 വർഷമായി തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് പോലും ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ സൃഷ്ടിച്ച സ്വാധീനമൊന്നും തന്നെ ശശി തരൂരിനെ കൊണ്ട് നേടാനായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതും എലൈറ്റ് ആളുകളുമായി മാത്രമാണ് അദ്ദേഹം സഹകരിക്കാറുള്ളതെന്നതും ജനങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമാക്കിയിട്ടുണ്ട്. മോദി വന്ന് മത്സരിച്ചാൽ പോലും ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ശശി തരൂർ തിരഞ്ഞെടുപ്പിനെ നേരിടാനായി വന്നത്. കഴിഞ്ഞ തവണ 99,000-ഓളം വോട്ടുകൾക്ക് 3ാം തവണയും ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അതീതമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിപ്രഭാവമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും വർഷം തിരുവനന്തപുരത്ത് വിജയിച്ച ശശി തരൂർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജയിക്കാനായി അവസാനത്തെ അടവും പയറ്റി നോക്കുകയാണ് തരൂർ. അതാണ് ട്വിറ്ററിലൂടെയുള്ള തരൂരിന്റെ ഈ പോസ്റ്റ്. തിരുവനന്തപുരത്ത് തനിക്കെതിരെ CPI നടത്തുന്ന പ്രചാരണത്തിന്റെ ഏക ഫലം BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നതാണ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ഭയം വ്യക്തമാണ്.
BJP വിരുദ്ധ വികാരം നഷ്ടമാവുകയും വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ തരൂരിന് തോൽവി ഉറപ്പാണ്.